ഹായ് ഗായ്സ്, ഗലിബർ ന്യൂഡ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 11 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണ്. ഈ 13 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കരുതിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏതായാലും ഇന്ന് 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അനിമോൾ തന്നെയാണ് തുടരുന്നത്. രാവിലത്തെ 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ നിന്ന് യാതൊരു മാറ്റമില്ലാതെ വമ്പൻ മുന്നേറ്റം നടത്തി 6133 വോട്ടിൻ്റെ ഫലത്തിൽ ഒന്നാം പൊസിഷനാണുള്ളത്. രണ്ടാം പൊസിഷനിൽ കോമണറായിട്ടുള്ള അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് ഇപ്പോൾ അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് അനീഷിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. 4788 വോട്ടാണ് അനീഷ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദില വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി. കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിങ്ങിൽ അപേക്ഷിച്ച് ആദിലേക്ക് ഇപ്പോൾ നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 3980 വോട്ടിൻ്റെ ഫലത്തിൽ മൂന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. നാലാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെയാണ് തുടരുന്നത്. അക്ബറിൻ്റെ വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റം കണ്ടുവരികയാണ്. ഇപ്പോൾ ഏകദേശം ആദിലയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നാലാം പൊസിഷനാണുള്ളത്. അഞ്ചാം പൊസിഷനിൽ നെവിൻ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. ആര്യനെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ തൻ്റെ അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 3245 വോട്ട് നേടി അഞ്ചാം പൊസിഷനാണുള്ളത്. ആറാം പൊസിഷനിൽ ആര്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നെവിനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ആറാം പൊസിഷനാണുള്ളത്. 3200 വോട്ടാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി അഭിലാഷ് കയറി വന്നിരിക്കുകയാണ്. ബിന്നി സബാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഭിലാഷ് വോട്ടിങ്ങിന് തുടക്കം തന്നെ മുന്നോട്ട് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 3005 വോട്ട് നേടി ഏഴാം പൊസിഷനാണുള്ളത്. എട്ടാം പൊസിഷനിൽ ബിന്നി സബാസ്റ്റിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ബിന്നി ഇപ്പോൾ എട്ടാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 2990 വോട്ട് നേടി എട്ടാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഒമ്പതാം പൊസിഷനിൽ വേദലക്ഷ്മി അട്ടിമറി മുന്നേറ്റമായി കയറി വന്നിരിക്കുകയാണ്. റനാപത്തിമയെ അട്ടിമറിച്ചുകൊണ്ടാണ് വേദലക്ഷ്മി ഒമ്പതാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 2900 വോട്ട് നേടി ഒമ്പതാം പൊസിഷനാണുള്ളത്. പത്താം പൊസിഷനിലേക്ക് റനാപത്തിമ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും പുറത്തു പോകാൻ ചാൻസ് കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇത്തവണയും വോട്ടിങ്ങിൽ നല്ല രീതിയിൽ കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇപ്പം 10ാം പൊസിഷനാണുള്ളത്. 2877 വോട്ട് നേടി 10ാം പൊസിഷനിൽ തുടരുകയാണ്. 11ാം പൊസിഷനിൽ സാബുമാൻ തന്നെ തുടരുകയാണ്. സാബുമാനെ യാതൊരു മാറ്റവും ഇല്ലാണ്ട് വോട്ടിംഗ് നല്ല രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 2450 വോട്ട് നേടിയാണ് സാബുമാൻ 11ാം പൊസിഷനിലുള്ളത്. 12ാം പൊസിഷനിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മസ്താനി തന്നെ തുടരുകയാണ്. മസ്താനിക്ക് ഒരു ഉയർച്ച ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2425 വോട്ട് നേടി ഡേഞ്ചർ പൊസിഷനായ 12ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 13ാം പൊസിഷനിൽ പ്രവീണാണുള്ളത്. വോട്ടിങ്ങിന് തുടക്കം തന്നെ വോട്ടിങ്ങിൽ നല്ല രീതിയിലൊരു ഇടിവ് സംഭവിച്ച് പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ തന്നെയാണ്. ഇപ്പോൾ 2409 വോട്ട് നേടിയാണ് 13ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്.